ക്രൈസ്തവർക്കെതിരായ RSS വാരിക കേസരിയിലെ ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക എഡിറ്റോറിയൽ എഴുതി. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രമാണെന്ന് ദീപിക കുറ്റപ്പെടുത്തി. ക്രൈസ്തവരുടെ തോളിൽ കൈയിടുന്ന BJPയുടെ മറുകൈ എവിടെയാണെന്ന് നോക്കണമെന്നും എഡിറ്റോറിയൽ വിമർശനം. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്. എഡിറ്റോറിയൽ ഇതിനെ കടുപ്പിച്ചിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും ദീപിക എന്തായാലും കടുപ്പിച്ച ഭാഷയിൽ തന്നെയാണ്, അതായത് ശക്തമായ വിമർശനം തന്നെയാണ് ഈ കേസരിയിലെ ലേഖനത്തിനെതിരെ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു ഐക്യവേദി നേതാവായിട്ടുള്ള ES ബിജു ഒരു ലേഖനം എഴുതിയത് കേസരിയിൽ. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് വേണ്ടി വന്നാൽ ഭരണഘടനയെ ഭേദഗതി ചെയ്യണമെന്നുള്ള ഒരു വാക്കുകൂടി പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും ഈ ദീപിക ഇന്നത്തെ എഡിറ്റോറിയൽ അവർ എടുത്തു കാട്ടിയിരിക്കുന്നത്. അതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം RSSനും അതുപോലെ തന്നെ BJPക്കുമുണ്ട്. എടുത്തു പറയേണ്ടത്, നേരത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വിട്ടുനിന്നവർ അതിനുശേഷം അന്ന് ഭിന്നിപ്പിക്കലിന് വേണ്ടി ആ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന്, അതായത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്തവരാണ് അവർ ഇന്നും ആ പണി തുടരുന്നു എന്നുള്ള ഒരു വാക്കോടുകൂടിയാണ് ഈ ലേഖനം തുടങ്ങുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ ഇത് പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതാണ്. അതായത് പല സംസ്ഥാനങ്ങളിലും ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നുണ്ട്. അതിനെ കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ലേഖനം വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യം തന്നെയാണ്. വേണ്ടി വന്നാൽ ഭരണഘടനയെ ചോദ്യം ചെയ്യും, അത് ക്രൈസ്തവരെ ചാരി അത് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിലെ ആ സംഭവത്തിന് ശേഷം BJP നടത്തുന്ന ചില നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഔട്ട്റീച്ച് സെല്ലിന്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂടുതൽ സഭയുമായി അടുക്കാനുള്ള നീക്കം നടക്കുന്നതിനെതിരെയാണ് ഈ വിഷയവും സജീവമായിട്ട് വരുന്നത്. എന്തായാലും ക്രൈസ്തവരുടെ നിലപാട്, അല്ലെങ്കിൽ CBSTയുടെ നിലപാടെന്നൊക്കെ ഈ സമാനമായ നിലപാട് തന്നെയാണ് ഇന്നത്തെ ഈ എഡിറ്റോറിയലിലും വന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.